നമസ്കാരം. बास्केटबॉल में कोर्ट में बास्केट में गेंद बंधी है और यह उद्घाटन हुआ और अब यह क्षण कैद करने के लिए है. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഉദ്ഘാടനത്തിൻ്റെ രംഗങ്ങളാണ് കണ്ടത്. അവിടെ ഗോരഖ്പൂർ ദീൻദയാൽ ഉപാധ്യായ സർവകലാശാലയിൽ ഈസ്റ്റ് സോണിൻ്റെ അന്തർ സംസ്ഥാന വനിതാ ബാസ്കറ്റ്ബോളിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു രംഗമാണ് കണ്ടത്. സാധാരണ നമുക്കറിയാം മുഖ്യമന്ത്രിമാരൊക്കെ ഇത്തരം പരിപാടികളിലേക്ക് വരും. ഒരുപക്ഷെ അവരൊന്ന് ശ്രമിച്ച് നോക്കിയേക്കാം. വീണ് ഇല്ലെങ്കിലില്ല, വീണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം ഈ ബോൾ എടുക്കുന്നതും ഈ ബോൾ തട്ടുന്നതും അത് ബാസ്ക്കറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് അതറിയാം, ബാസ്കറ്റ്ബോൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. നമുക്കറിയാവുന്നത് ഒരു സന്യാസ വേഷമിട്ടിരിക്കുന്ന ഒരാൾ ഉത്തർപ്രദേശ് ഭരിക്കുന്നു, യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റെന്തെങ്കിലും സ്കിൽ അദ്ദേഹത്തിന് ഉള്ളതായിട്ടൊന്നും നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് ഇതുവരെയും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഗൂഗിളിൽ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം BSc ഡിഗ്രിയാണ് മാത്തമാറ്റിക്സ്. അതുകൂടാതെ തന്നെ അത് കോളേജ് സമയങ്ങളിൽ അദ്ദേഹം നീന്തൽ താരമായിരുന്നു. അപ്പം ഉറപ്പായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ബാസ്കറ്റ്ബോളും കളിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആദ്യത്തെ ആ ശ്രമത്തിൽ തന്നെ ആദ്യം തന്നെ അദ്ദേഹം ആ ബോളെടുത്തു. ആ ബോളിനെ നോക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം താഴേക്ക് 2 തവണ ഇങ്ങനെ ബൗൺസ് ചെയ്യുന്നു. അതിനുശേഷം വളരെ സുന്ദരമായിട്ട് അത് ബാസ്ക്കറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ആ വീഡിയോ ഒരിക്കൽ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആ വളയത്തിലെ ഒരു കമ്പിയെ തട്ടുക പോലും ചെയ്യാതെ കൃത്യമായിട്ടും ആ ബാസ്ക്കറ്റിൽ വീഴുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അവിടോട്ട് ഇട്ടുമ്പോൾ അത് വീണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉദ്ഘാടനമാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടും അദ്ദേഹത്തിന് യാതൊരു പതർച്ചയും ഇല്ലായിരുന്നു എന്നാണ്. ഇപ്പോൾ എത്ര നല്ല പരിചയസമ്പന്നനായിട്ടുള്ള ഒരു കളിക്കാരനാണ് എങ്കിൽ കൂടിയും ഒരു ഉദ്ഘാടനത്തിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് പതറിപ്പോവും. ചിലപ്പം അങ്ങോട്ട് ഇട്ടാൽ കമ്പിയെ തട്ടി പുറത്ത് പോകാം, അല്ലെങ്കിൽ അവിടെ തന്നെ എത്തണമെന്നില്ല. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് ബാസ്ക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് കോച്ചാണെന്ന് തോന്നുന്നു, കൂടെ ഉണ്ടായിരുന്ന മറ്റ് അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വളരെ അത്ഭുതമായി. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി അറിയാവുന്ന ഒരു വ്യക്തിയാണ് 53കാരനായിട്ടുള്ള യോഗി ആദിത്യനാഥ്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുഖ്യമന്ത്രി ആയതാണ്. ഇപ്പോൾ 2ാമത്തെ തവണയാണ്. 53 വയസ്സുണ്ട്. പക്ഷേ 53 വയസ്സിൻ്റെ ഒരു വിസയ്ക്കല്ല നമ്മളവിടെ കാണുന്നത്. അദ്ദേഹം വളരെ ചെറുപ്പമായിട്ടിരിക്കുന്ന ഒരു ഫീലാണ്. നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളത്തിൻ്റെ 6 മടങ്ങ് ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനമാണ്. വലിപ്പത്തിലും നല്ല വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ ആ ഭരണ നിർവഹണമൊക്കെ നടത്തുന്ന തിരക്കിനിടയിലും അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിക്കുന്നുണ്ട്. ഇത്തരം ചില കായിക വിനോദങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം കൃത്യമായിട്ടും അതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം അത്രയും കൃത്യതയോടെ അദ്ദേഹം അത് ബാസ്ക്കറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നോക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം വെജ് മാത്രം കഴിക്കുന്ന ഒരാളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനൊപ്പം തന്നെ കൃത്യമായ ചിട്ട ജീവിതത്തിൽ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കൂടി നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും. അപ്പോൾ ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ഭരണ മികവ് കൊണ്ട് മാത്രമല്ല ജനങ്ങൾക്ക് മാതൃകയാവുന്നത്. അദ്ദേഹത്തിന് മാതൃകയാവാൻ പറ്റിയ പല മേഖലകളുണ്ട്. അപ്പോൾ അതിൽ ഒന്നിലധികം മേഖലയിൽ മികവുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ യോഗി ആദിത്യനാഥ് എന്ന് നമുക്ക് ഇപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.